ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്വയം മഹത്വം ഉണ്ടാകും. ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യും? സ്വയം മഹത്വം ഉണ്ടാകും. അപ്പം മറ്റുള്ള മുമ്പിൽ ആളെങ്ങനെ കളിക്കാമെന്നത് നോക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷൻ പോകും, സംരക്ഷണം പോകും. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ അനുചിത പ്രവൃത്തികളുണ്ടാകും. പിന്നെ എന്താണ്? അധമ വികാരം ഉണ്ടാകും. എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ പോകും, തെറ്റായ തീരുമാനങ്ങൾ വരും. നിങ്ങളവർക്ക് ശരി എന്നാൽ നമുക്കൊരു കൂട്ട് കമ്പനി തുടങ്ങാം, ബിസിനസ് തുടങ്ങാം. അവസാനം ഇങ്ങനെ ഏജൻറ്റ് പറ്റിച്ചെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനോട് എൻ്റെ അടുത്ത് വരും. അവൻ കൊണ്ടുപോയി വെച്ചാൽ ഈ 50 ലക്ഷം രൂപ അവൻ കൊണ്ടുപോയി എന്ന് പറയും. എന്നെടുത്ത തീരുമാനമാണിത്. ഏതോ കാലത്ത് ദൈവത്തെ പറ്റിച്ചു നീ എടുത്ത തീരുമാനമാണിത്. ദൈവത്തോട് ഇത് ചോദിക്കാൻ എടുത്ത തീരുമാനമാണ്. അതാണ് റോമ 1:28 ഭയങ്കര വചനമാണ്. അത് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ സംരക്ഷണം പോകും. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഭയങ്കരമാണേ. 91:14 പറഞ്ഞത്, നീ എന്നോട് ഒട്ടി നിന്നാൽ ഞാൻ നിന്നെ രക്ഷിക്കും. സങ്കീർത്തനം 91:14 എടുത്തേ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി അതാണ് കണ്ട. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവനെ സംരക്ഷിക്കും. അപ്പം നമുക്ക് ദൈവ സംരക്ഷണം അധമ വികാരങ്ങൾ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അനുചിത പ്രവൃത്തികൾക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, കടങ്ങൾ കയറി മുടിയാതിരിക്കാൻ വേണ്ടി എന്താ വേണ്ടത്? സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം, ദൈവത്തോട് നന്ദിയിൽ ഒട്ടി നിൽക്കണം. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. അതാണ് മഹത്വം എന്ന് പറയുന്നത്. അത് വാക്കിൽ കൊടുക്കാം, പ്രവൃത്തി കൊടുക്കാം. അതാണ് ഈ ഉടമ്പടി കസ്തരണേൻ്റെ കാര്യം. അതാണ് അതിൻ്റെ അകത്ത് ഇതെല്ലാം കണ്ടൻറ് വൈസ് എല്ലാം കംപ്ലീറ്റ് ആൻഡ് റിച്ച് ആൻഡ് കംപ്ലീറ്റ് ആണ് സംഭവം. അപ്പം അതുകൊണ്ട് ഈ വചനങ്ങളുടെ നേരെ വഴികൾ വന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്നിട്ട് എന്തിനാണ്? സംരക്ഷണം പുനഃസ്ഥാപിക്കുക.